ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ധാരണ പുറത്തു വരേണ്ടതായിട്ടുണ്ട്, ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നിമിഷയുടെ 13 വയസ്സുള്ള മകൾ മിഷേൽ യമനിലെത്തിയിട്ടുണ്ട്. ഒപ്പം ഭർത്താവ് ടോമിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ അവിടെ അബ്ദുൾ മാലിക് ഹുദിയെ കാണുന്നതിന് വേണ്ടിയാണ് പോയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വളരെ സജീവമായ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടു വരുന്നതാണ്. വാർത്തകളിലൂടെയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന ഒരു കുറിപ്പാണ് യുദ്ധത്തിൽ ഈ വധശിക്ഷ റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ ധാരണയായി എന്നത് സംബന്ധിച്ച ആ കുറിപ്പ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി. ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. അതായത് തുടർ ചർച്ചകൾ നടന്നു വരികയാണ്, അന്തിമമായൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ഇത്തരം വാർത്തകൾ കുറിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷം തന്നെയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഇത് നിഷേധിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം തലാലിൻ്റെ സഹോദരൻ പോസ്റ്റുകൾ പങ്കുവെച്ചത്. അതായത് കേരളത്തിലുള്ള ചില മാധ്യമങ്ങളുടെ വാർത്ത സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിധത്തിൽ ചർച്ചകൾ നിലവിൽ നടക്കുന്നില്ല, വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ളൊരു തീരുമാനവും കുടുംബത്തിനില്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലടക്കം പങ്കുവെക്കുകയും ചെയ്തത്.